വ്യവസായികളല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ അടുത്ത് നിർദ്ദേശിച്ചത്, അടൂർ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ 3 ഏക്കർ സ്ഥലം തരാം, നിങ്ങൾ അവിടെ പോയി ഫെസിലിറ്റി തുടങ്ങും. ഫോർ ദീസ് 4 ഡിസ്ട്രിക്റ്റുകൾ മാത്രമേ ഉള്ളൂ, ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ആൻഡ് പത്തനംതിട്ട ഡിസ്ട്രിക്ട്. ഈ 4 ഡിസ്ട്രിക്റ്റുകളിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ വേസ്റ്റ് ഈ അടൂർ കിൻഫ്ര പാർക്കിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റും ആയിട്ട് കിൻഫ്ര ആയിട്ടും IMA ഒരു MOU സൈൻ ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേണ്ട ഏറ്റവും വലിയ ആവശ്യം എൻവയൺമെന്റൽ ക്ലിയറൻസ് ആണ്. അപ്പം എൻവയൺമെന്റൽ സ്റ്റഡി ഒരു കൊല്ലം നീണ്ടു നിന്ന, ഒരു 1.5 കൊല്ലം നീണ്ടു നിന്ന ഒരു ശാസ്ത്രീയമായ സ്റ്റഡി, അതും ഗവൺമെന്റ് നിർദ്ദേശിച്ച ഏജൻസി, അല്ലാതെ IMA വ്യക്തിപരമായിട്ട് പോയി ചെയ്തതല്ല, ഗവൺമെന്റ് നിർദ്ദേശിച്ച ഏജൻസി ആയിട്ട് അവർ നടത്തി. അപ്പോൾ അവർ ആദ്യം നടത്താം എന്ന്, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, പരിസ്ഥിതി മലിനീകരണമൊന്നും ഉണ്ടായില്ല, ഇവിടെയുള്ള ലാൻഡ്, വാട്ടർ, എയർ ആൻഡ് ജനങ്ങൾക്കും ബാധകമായില്ല. ബിക്കോസ് ഇതിന്റെ ടെക്നോളജി ഏറ്റവും സയന്റിഫിക് ആയിട്ടും ഏറ്റവും ശാസ്ത്രീയമായിട്ടും തന്നെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇത് ഡംപിംഗ് അല്ല, ഇറ്റ്സ് ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ തന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പം പറഞ്ഞു ഒരു പബ്ലിക് ഹിയറിംഗ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ പബ്ലിക് ഹിയറിംഗ് നമുക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് അവരുടെ ആശങ്ക എന്താണ്, അത് ദൂരീകരിക്കാനുള്ള നടപടികളും കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഗവൺമെന്റ് കലക്ടർ പബ്ലിക് ഹിയറിംഗ് വിളിച്ചിരിക്കുന്നത്. ഈ ശനിയാഴ്ച പബ്ലിക് ഹിയറിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അടൂരിന് ആവശ്യമുള്ളത് ഇപ്പോൾ പാലക്കാട് ഉള്ള സംസ്കരണ പ്ലാന്റിന്റെ 4/1 കപ്പാസിറ്റി മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. വളരെ ചെറിയ ഒരു പ്ലാന്റ് ആണ് അടൂർ വരുന്നത്. ബിക്കോസ് പാലക്കാട് ഉള്ള പ്ലാന്റിന്റെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 70 ടൺസ് പെർ ഡേ ആണ്. ഇപ്പോൾ അവിടെ ഏകദേശം 55 ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ വരുന്നുണ്ട്. അപ്പോൾ പാലക്കാട് അടൂരിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ 4 ജില്ലകളുടെ വേസ്റ്റ് നമുക്കറിയാം ഇപ്പൊ എത്രയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആ വേസ്റ്റ് വെച്ചിട്ട് ഒരു 15 ടൺസ് ആണ്, പക്ഷെ പ്ലാന്റിന്റെ കപ്പാസിറ്റി വിൽ ബി 20 ടൺസ്. അപ്പൊ 15 ടൺസ്, അപ്പൊ അതിന്റെ 4/1 സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ വേസ്റ്റ് ഒരു സ്ഥാപനത്തിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിന്റെ ഉള്ളിൽ അത് ഇല്ലായ്മ ചെയ്തിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ഡിസ്പോസ്. നമുക്ക് അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയല്ല, നമുക്ക് അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അത്രയും കൃത്യനിഷ്ഠതയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോവിഡ് ഉണ്ടായി. കോവിഡ് മഹാമാരി വന്നപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്റ്റേറ്റ്